പേളിമാണി, അശ്വൻ കോക്ക്, അപ്പൊ ഇവരെല്ലാം പൈസ കൊടുക്കുന്നു. അവരിത് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സത്യാവസ്ഥ അവർ തന്നെ പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണോ അവരെ വിളിക്കുന്നത്? അത് ബഡ്ജറ്റ് വന്നത് കൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത്. പേളിമാണിക്ക് 1.5 ലക്ഷം രൂപ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. പേളിമാണി ഷോ എന്നുള്ള സെലിബ്രിറ്റി ഷോ ചെയ്യാൻ വേണ്ടി പൈസ വാങ്ങുന്നില്ല. പേളി അതിന് പൈസ വാങ്ങിച്ചിട്ടില്ല. പേളിയുടെ സ്റ്റുഡിയോയിൽ ആണ് ആ ഷോ ചെയ്യുന്നത്. പേളിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെ വെച്ചിട്ട് ആ ഷോ ചെയ്യുന്നതാണ്. പേളിമാണിക്ക് പൈസ വാങ്ങുന്നുണ്ട്. പേളിമാണി പൈസ വാങ്ങുന്നത് ഇപ്പം ഞാൻ അശ്വൻ കോക്കിന്റെ റിവ്യൂ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് റിവ്യൂ, ഉണ്ണി വ്ലോഗ്സിന്റെ റിവ്യൂ കണ്ടിട്ടല്ല ഞാനൊരു സിനിമ കാണാൻ വേണ്ടി കാണാറില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് അർഹനല്ല. അയാൾ നല്ലത് പറഞ്ഞ് എത്രയോ സിനിമകൾ തിയേറ്റർ ഓടിയിട്ടില്ല. പുള്ളി നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞ് 10 പേര് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് ഒരു സിനിമ കാണുന്നത്? അയാളുടെ വ്യൂസ് എത്രയാണ്? അല്ലെങ്കിൽ ഒരു നിരൂപകന്റെ വ്യൂസ് എത്രയാണ്? 20,000 അല്ലെങ്കിൽ 2,80,000. ഈ 80,000 പേര് അപ്പം തന്നെ പിറ്റേന്ന് രാവിലെ ചെന്ന് ടിക്കറ്റ് എടുക്കും. അങ്ങനെയല്ല. ഈ ഫിലിം റിവ്യൂസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു ജെന്യുവൻ ആയിട്ട് തോന്നാറുണ്ടോ? നേരത്തെ പറഞ്ഞ തംബ്നെയിൽ നമുക്ക് ഇങ്ങനെ സാധനം കൊടുത്താൽ ആൾക്കാർ കാണും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തംബ്നെയിൽ വയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ ചിന്ത. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് 10 പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ ഒരു കൂട്ടായ്മ മസ്റ്റാണ്. മോഹൻലാൽ, മമ്മൂട്ടി ചിത്രങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. ഏറ്റവും പാട് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ എടുക്കാൻ വേണ്ടിയാണ്. ആ സിനിമ നല്ലതാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ PR ചെയ്യുന്നതിന് വലിയ പാടൊന്നുമില്ല. അപ്പം ഒരുപാട് മാർക്കറ്റ് ചെയ്തിട്ട് സിനിമയ്ക്ക് യാതൊരുവിധ കാര്യമില്ല. പക്ഷേ ആ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചില സിനിമകൾ നമുക്കത് വിജയിപ്പിക്കാനും പറ്റത്തില്ല. നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് മീഡിയ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്, ഫിലിം PRO എന്നറിയപ്പെടുന്ന ശ്രീ പ്രതീഷ് ശേഖരാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. പ്രതീഷിനോട് ആദ്യമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷത്തിൽ മുകളിലായി നമ്മളൊരു ഫിലിം കാണുമ്പോൾ അതിൽ പേര് എഴുതി കാണിക്കുമ്പോൾ കാണുന്ന ഒരു പേരാണ് ശ്രീ വാഴൂർ ജോസ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇനീഷ്യൽ ടൈമിൽ അദ്ദേഹത്തിനൊന്നും എനിക്ക് തോന്നുന്നത് ഒരു മൊണോപ്പൊളി പോലെയാണ്, ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഫീൽഡ് അങ്ങനെയാണോ? ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഈ ഫീൽഡിലില്ലേ? PRO എന്നുള്ള ജോലിക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പം സാധാരണ നമ്മുടെ ഇപ്പം ഫെഫ്ക സംഘടനയിൽ തന്നെ ഏകദേശം 20-ൽ പരം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഇപ്പോൾ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. PRO ആണെന്ന് പറഞ്ഞിട്ട് ആ ജോലി ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. അല്ലാത്ത രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരും PRO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് പേര് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഒരു സിനിമയുടെ പേരിൽ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും വിവിധ വിഭാഗങ്ങളിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചെടുത്തിരുന്നിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു PRO ഫീൽഡിലേക്ക് വന്നത്. എന്താണ് ശരിക്കും പ്രതീക്ഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഞാൻ എൻ്റെ ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് SJ സിനു എന്ന് പറഞ്ഞിട്ട് ഉപ്പുമുളകൊക്കെ ഡയറക്ട് ചെയ്ത് അദ്ദേഹം സിനിമയും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ തേര് എന്ന് പറഞ്ഞൊരു സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി PRO ആയിട്ട് എൻ്റെ പേര് വെക്കുന്നു. ആ പേര് വെക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു കോൾ വരികയും, കാരണം നിങ്ങൾക്ക് അംഗത്വമില്ല, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയുകയും, അപ്പം അങ്ങനെ ഒരു സംഘടനയിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന സമയത്ത് എന്നോട് സിനിച്ചേട്ടൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, എടാ ഇനി ഇതിനു വേണ്ടി വേറൊരാളെയൊന്നും വെക്കാൻ വേണ്ടി പറ്റത്തില്ല, നീ ചെയ്താൽ മതി, ഞാൻ ഒരുപാട് പേരെ പരീക്ഷിച്ചതാണ്, നിനക്കത് ചെയ്യാൻ പറ്റും, അത് നീ അല്ലെങ്കിലും തമിഴ് പടങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, നീ ഇത് ചെയ്താൽ മതി മോനെ, എന്ത് അംഗത്വം എവിടെയാണെന്ന് വെച്ചാൽ ചെന്ന് അംഗത്വം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ നൂലാമലകളൊക്കെ തപ്പിച്ചെന്ന് നോക്കിയപ്പോഴേക്കും അങ്ങനെ പത്രത്തിൽ എഴുതണം അല്ലെങ്കിൽ മാഗസിനിൽ എഴുതണം, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ നിബന്ധനകളൊക്കെ വെച്ച് തന്നെ മുന്നോട്ട് പോയി 3 സിനിമ ഇൻഡിപെൻഡന്റ് ആയി ചെയ്യണം. എനിക്ക് തോന്നുന്നു മലയാള മനോരമ പത്രത്തിൽ വരെ പേര് ആ സമയത്ത് താഴെ PRO എന്ന് പറഞ്ഞ പേര് വരണം. അങ്ങനെ വരെ വന്ന് കൊടുത്ത് അതൊക്കെ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് അവരുടെ സംഘടനയിൽ അംഗത്വം കിട്ടിയത്. പക്ഷെ ഞാൻ അതെടുത്തിട്ട് അങ്ങനെ വച്ച് നിൽക്കുന്ന സംഭവമായിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, വർക്കുകൾ നമുക്ക് അറിയുന്നവര് വർക്ക് തരാൻ തുടങ്ങി. അപ്പം നമുക്കുള്ള ബന്ധം വെച്ചിട്ട് ഇങ്ങോട്ട് വർക്ക് വരാൻ തുടങ്ങിയത് കാരണം അങ്ങനെ അത് തുടർന്നങ്ങ് ചെയ്തു പോവുകയായിരുന്നു. ഇതൊരു പ്രൊഡ്യൂസറാണോ അല്ലെങ്കിൽ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആണോ സജസ്റ്റ് ചെയ്യുക, ഇന്ന ആളും മതി എന്നുള്ളത്? ഞാൻ ആക്ച്വലി ഇപ്പൊ സെലിബ്രിറ്റി മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു, പ്രൊഡ്യൂസിങ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ചാനലുകളിൽ. അപ്പൊ ഇതിന്റെ ബന്ധം വെച്ചിട്ട് എനിക്ക് വരുന്ന സംഭവം എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും എന്റെ ബന്ധങ്ങൾ വരുന്നത് മിക്കവാറും ചിലപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും, ചിലപ്പം സ്റ്റാർസ് ആയിരിക്കും. അപ്പോൾ ഓരോന്നും മാറി മാറിയാണ് തിരിച്ചെടുത്തിരുന്നിട്ട്. ചിലപ്പോൾ നിർമ്മാതാക്കളായിരിക്കും. ഇത്
പ്രത്യേകിച്ച് സൗഹൃദത്തിൽ നിന്നുണ്ടാവുന്നത്. കാരണം അവർക്ക് ഇന്ന ആളെ കൊടുത്താൽ ഉണ്ടാവാം എന്നുള്ള സംഭവത്തിൽ അവർ ചെയ്യും എന്നുള്ളൊരു സിനിമ തുടങ്ങുമ്പോഴേ ഇന്ന ആളെ വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളൊരു ചർച്ചയിലോട്ട് വരാറുണ്ടോ? ഓരോ സിനിമയും ഓരോ രീതിയിലേക്ക് വരുന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പം ഒരുപാട് മാർക്കറ്റ് ചെയ്തിട്ട് സിനിമയ്ക്ക് യാതൊരുവിധ കാര്യമില്ല. പക്ഷെ ആ സിനിമയ്ക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചില സിനിമകൾ നമുക്കത് വിജയിപ്പിക്കാനും പറ്റത്തില്ല. ഇപ്പം ഈ ഇടക്കാലത്തൊക്കെ റിലീസായ പല സിനിമകളും കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ കയറിപ്പോയേനെ എന്നുള്ള സംഭവത്തിനകത്ത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തലമുണ്ട്. ആ തലത്തിനനുസരിച്ചിട്ട് സിനിമ നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇൻക്ലൂഡിംഗ് പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും ആ ടീമിനും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, താരങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇറങ്ങി പണിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് അത് മാക്സിമം എത്തിക്കാൻ വേണ്ടി അതിനോടൊപ്പം നിന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇത്. അങ്ങനെ നിന്ന് സഞ്ചരിച്ചിട്ട് ഞാൻ ഏത് സിനിമയിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ ആ സിനിമയൊന്നും പരാജയമായിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ മാർക്കറ്റിംഗ് ലെവലിലായിരുന്നാലും അല്ലെങ്കിൽ ആ പബ്ലിസിറ്റി ലെവലിലായിരുന്നാലും ആ പബ്ലിസിറ്റി കിട്ടുകയും ചെയ്തിട്ടുണ്ട്, അതിന്റെ കളക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ താരങ്ങൾ നിങ്ങളോട് സഹകരിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് പറയുമോ എൻ്റെ അടുത്ത് ഇന്നത് ചോദിക്കാൻ പാടുള്ളൂ, മുൻകൂട്ടി അങ്ങനെ വരുമോ? അല്ലെങ്കിൽ താരങ്ങൾ നിങ്ങളോട് സഹകരിച്ച് പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കാറുണ്ടോ? സാധാരണ താരങ്ങൾക്കപ്പുറം ഒരു PR എന്നുള്ള നിലയിൽ ഞാൻ തന്നെ ഒരു പ്രസ് മീറ്റ് നടത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനി മലയാള സിനിമ ആയിക്കോട്ടെ, തമിഴ് സിനിമ ആയിക്കോട്ടെ, തെലുങ്ക് സിനിമ ആയിക്കോട്ടെ, ഞാൻ വരുന്ന പുതിയ മാധ്യമങ്ങൾക്ക്, അത് നവമാധ്യമങ്ങൾക്ക് പോലും ഞാൻ നിർദ്ദേശം നൽകും, താരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും. കാരണം സിനിമാ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ഇത് നൽകണം എന്നുള്ള സംഭവം ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കാം പല പല സ്ഥലങ്ങളിലുള്ളവർ ഒത്തുചേർന്ന് ഈ താരങ്ങൾ ഒത്തുകൂടുന്നത്. അപ്പോഴേക്കും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് സംസാരിച്ച് പ്രസ് മീറ്റിന്റെ കൊണ്ടുപോയാൽ അതിൽ കണ്ടന്റ് കൂടുതൽ പുറത്തു വരുന്ന അക്കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മീഡിയയെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു സമയമാണ് താരങ്ങളോട് ചോദിക്കാൻ അവസരം കിട്ടുന്നത് കൂടുതൽ ഈ ഒരു സമയത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു തമ്പിന് പുറകെ പോകുന്നുള്ള സത്യം തന്നെയാണ്. ഈ സിനിമ റിലേറ്റഡ് ഇഷ്യൂസ് അവരത് ചോദിക്കും. അപ്പോൾ പ്രതീക്ഷിനെ സംബന്ധിച്ച് ഒരു PRO എന്ന് പറയുന്നത് ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു വിഷമം പിടിച്ച ജോലിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, കാരണം രണ്ട് സൈഡും ഒരേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ PRO എന്നുള്ള ലെവലിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ 9 വർഷം ഒരു പ്രമുഖ ചാനലിന്റെ സെലിബ്രിറ്റി മാനേജ്മെന്റ് ആയിരുന്നു. സെലിബ്രിറ്റി മാനേജ്മെന്റ് സംഭവം ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മനോരമയിലായിരുന്നു, മഴവിൽ മനോരമയിലായിരുന്നു. അപ്പം അവിടെ പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് വരെ പുറത്തു നിന്ന് വർക്ക് ചെയ്തതാണ്. പക്ഷെ ആർട്ടിസ്റ്റിനെ കൃത്യസമയത്ത് അവർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റാറില്ല. അപ്പൊ അത്രയ്ക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്തിട്ട് ഞാൻ എന്റെ ഏറ്റവും അവസാന നിമിഷം വരെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം വരെ ഏകദേശം പല ഷോകളും, D4 ഡാൻസും 113 അങ്ങനെ നിരവധി ഉഗ്രോജലവും അതിന്റെ ഗസ്റ്റുകളായിക്കോട്ടെ, അല്ലാത്ത രീതിയിലുള്ള ഫ്രീ ആയിട്ട് വരുന്ന വലിയ വലിയ ഗസ്റ്റുകളായിക്കോട്ടെ, അവരെയൊക്കെ തന്നെ കൃത്യമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് അവരെ എത്തി എന്താണ് അവർ ഫ്ലോറിൽ സംസാരിക്കേണ്ടതെന്ന് പ്രൊഡ്യൂസറുമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാക്കി അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഞാൻ വന്നത്. അത് എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങുന്ന അതുവരെയും ആ ജോലി കൃത്യമായിട്ട് ചെയ്ത് ഒരു ആബ്സെൻസും സെലിബ്രിറ്റി ഒരു ഷോ വരാതെ അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് ചെയ്തതിന്റെ ഒരു വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് എല്ലാ ജോലിയും ഹാർഡാണ്, കാരണം ഒരു ജോലിയും ഈസി ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. അപ്പം ഈ ഒരു PR മേഖല എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മളിത് പറയുമ്പോഴേക്കും നമ്മളിത് ഭയങ്കര പാടാണ് എന്നുള്ള സംഭവമില്ല. ഏറ്റവും പാട് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ എടുക്കാൻ വേണ്ടിയാണ്. ആ സിനിമ നല്ലതാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ PR ചെയ്യുന്നതിന് വലിയ പാടൊന്നുമില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാണോ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്? മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെ പടങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ എന്താണ് ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സാധാരണക്കാരിലേക്കും അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഇവരുടെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും തിരിച്ച് പ്രതീക്ഷകൾ വാനോളമാണ്. ഇപ്പം അതേപോലെ തന്നെ അടുത്ത താരങ്ങളായിട്ട് ദുൽഖർ സൽമാൻ ആയിരുന്നാലും അതുപോലെ തന്നെ ടൊവിനോ ആയിരുന്നാലും ഫഹദ് ഫാസിൽ ആയിരുന്നാലും ആ റേഞ്ചുള്ള ആൾക്കാരൊക്കെ തന്നെ അവർ ചെയ്യുമ്പം അവരുടെ ഒരു ബാക്കപ്പ് അത്രയും വലുതാണ്. ആ വലുതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. എന്താണ് ആ സിനിമയിലുള്ളത് എന്ന് ഒരു സംഭവം, ഒരു ക്യൂരിയോസിറ്റി വരുന്നു. ഇവൻ പൃഥ്വിരാജ് സുകുമാരന്റെ ഇതിനകത്ത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്താണ്, അദ്ദേഹം സംസാരിക്കുന്ന കാര്യത്തിൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അത് എത്തുന്നു. ഇവർക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളത് കാരണം ആൾക്കാർക്ക് ഇവരുടെ ഫാൻസ് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയുള്ള പ്രേക്ഷക സമൂഹം കൂടുതലാണ്. പക്ഷെ അതല്ലാതെ അത്രയും പബ്ലിസിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അത്രയും നാൾ സിനിമയോടൊപ്പം സഞ്ചരിക്കാത്ത ആൾക്കാർ വരുമ്പോഴേക്കും അവിടെ കണ്ടന്റ് ആണ് കിങ്. അവർ കുറെ പുതുമുഖങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനൊരു ഡിഫറൻറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്? പുതുമുഖങ്ങളാണ് വന്നെങ്കിലും ഇപ്പോഴേ ഏകദേശം ഇപ്പം വാഴ 2 ഇപ്പം ഇതിൻ്റെ പുതുമുഖങ്ങളാണ് ഉള്ളത്. പക്ഷേ ഈ പുതുമുഖങ്ങൾ ഉള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഈ പുതുമുഖങ്ങളുള്ള സിനിമയാണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ഒരു സിനിമയ്ക്ക് വേണം. പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇന്ന് എല്ലാ ആൾക്കാരും നോക്കുന്ന ഒന്ന് തന്നെയാണ്. പണ്ടത്തെ പോലെ അപ്പൂപ്പനും അമ്മുമ്മയും കുഞ്ഞും അവരൊക്കെ കുടയും പിടിച്ചുകൊണ്ട് മഴയത്ത് വരുന്ന ഒരു കാലഘട്ടമല്ല. ഇന്ന് യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ തിയേറ്ററിലേക്ക് ആദ്യം വരുന്നത്. ഇവരുടെ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇന്ന് സിനിമയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇവര് പെട്ടെന്ന് നോക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇപ്പം എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു മമ്മൂക്ക പടമോ ലാലേട്ടൻ പടമാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആക്ടിങ്ങിൽ നമ്മളിങ്ങനെ കാരണം മമ്മൂക്ക എന്ത് ചെയ്യുന്നു ലാലേട്ടൻ എന്ത് ചെയ്യുന്നുള്ള സംഭവത്തിനകത്ത് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടുപിടിക്കത്തില്ല. ഇവരുടെ ആക്ടിങ്ങിൽ നമ്മളങ്ങ് ഭ്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴേക്കും അതിന്റെ കൂടെ നമ്മളങ്ങ് സഞ്ചരിച്ചു പോകും. പക്ഷെ അല്ലാത്ത വേറൊരു ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ അതിരുന്ന് ശരിയായില്ല, ഇതിരുന്ന് ശരിയായില്ല. എൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴ് ഞാൻ റീ റിലീസ് കാണാൻ വേണ്ടി പോയി. അപ്പം ഈ റീ റിലീസ് കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പടമാണ് മണിച്ചിത്രത്താഴ്. ഇത് റീ റിലീസ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുന്ന പുതിയ പിള്ളേരാണ്. അപ്പൊ അവര് പെട്ടെന്ന് അത് ഫോക്കസ് ഔട്ട്, ഇപ്പുറത്ത് ഫോക്കസ് ഔട്ട്. സി ഞാൻ അപ്പോഴും പെട്ടെന്ന് ഇതാണ് നോക്കുന്നത്, ഇവർ ഈ ഫോക്കസ് ഔട്ടിലാണ് അവർക്ക് ആ സാധനം ഇത്രയും നാൾ മുമ്പ് എടുത്ത സംഭവം അവർ ഫോക്കസ് ഔട്ടിൽ ഇപ്പോഴും ഇത് നോക്കിയിരിക്കുക തിരിച്ചെടുത്തിരുന്നിട്ട്. അത്ര ഇതായിട്ടാണ് പെർഫെക്ഷനോടെയാണ് അവർ സിനിമയെ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആ സിനിമ കൊള്ളാമോ എന്നുള്ള സംഭവത്തിലാണ്. അപ്പൊ ഈ ഓഡിയൻസിന്റെ ഇടയിലേക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്ത് വിടേണ്ടത്. അപ്പൊ നമ്മളൊരു പേന എടുത്തിട്ട് എന്തെങ്കിലും എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് വിടുകയോ ചെയ്യുന്നതിലല്ല, ഇവരിലേക്ക് എങ്ങനെ സിനിമ എത്തിക്കണം എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോ സിനിമയിൽ നിന്നും കൊണ്ടുവരേണ്ട സംഭവം. കാരണം അത്രത്തോളം ഇത് ടെക്നോളജി വളർന്നു, അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരും ആ ഒരു സിനിമ കാണുന്നവരും അതിനനുസരിച്ച് വളർന്നിട്ടുണ്ട്. ഇപ്പൊ പല സിനിമകളിലും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നൊരു ന്യൂസ് കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ ആസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് പ്രതീക്ഷിനടുത്ത് അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ടോ നമുക്ക് കുറച്ച് ഫ്രീ ടിക്കറ്റ് കൊടുത്ത് ഇനീഷ്യലി ഒരു ക്രൗഡ് പുള്ള് ചെയ്യണമെന്ന് പറയാറുണ്ടോ? ഇല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഫ്രീ ടിക്കറ്റിങ്ങും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒന്നും ഇത് ചെയ്യാറില്ല, തിരിച്ചെൻ്റെ തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്താറുമില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതൊരു ടിക്കറ്റിംഗ് മാത്രമല്ല. ടിക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമുക്കൊരു നല്ല സിനിമ എടുക്കാതെ അതിനകത്ത് എത്ര ടിക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും ആരും വരാൻ പോകുന്നില്ല. ഇപ്പം താങ്കളെ സംബന്ധിച്ച് താങ്കൾക്കൊരു ടിക്കറ്റ് 10 ടിക്കറ്റ് ഞാൻ തരികയാണ്, ഇതിൻ്റെ തരുന്നിട്ട് ഒരു സിനിമയുടെ തരികയാണ്. ആ 10 ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്ന എത്ര വലിയ മോളിലാണെങ്കിലും ഞാൻ തന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് ഇഷ്ടപ്പെടാതെ താങ്കൾ ഇന്നത് കാണത്തില്ല. ഫ്രീ ടിക്കറ്റ് ആണെങ്കിലും പേ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല സിനിമ കാണാൻ വേണ്ടി ആളുണ്ടാവും. അപ്പം ഈ ഫ്രീ ടിക്കറ്റിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പുഷ് നമുക്കിപ്പോൾ അറിയാവുന്ന ആൾക്കാരെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് കണ്ട് നന്നായിട്ട് സംസാരിക്കും. നമ്മളിപ്പം സെലിബ്രിറ്റി ഷോസ് നടത്തും. സെലിബ്രിറ്റി ഷോസ് നടത്തുമ്പോൾ സെലിബ്രിറ്റീസിനെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടല്ല നടത്തുന്നത്. സെലിബ്രിറ്റീസ് എങ്ങനെയെങ്കിലും വന്ന് ഈ പടം കാണുക, അവരുടെ നല്ല അഭിപ്രായം വരിക എന്നുള്ളത് വരാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്യുന്നത് തിരിച്ച്. അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ആദ്യ ദിവസം ഒരു ചെറിയ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരു ആവറേജ് സിനിമയാണെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇതേക്ക് വരും. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഫ്രീ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ ആളെ കയറ്റാൻ നടന്നിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. അത് കണ്ടന്റ് ഇല്ലെങ്കിൽ അവിടെയും ഒരു കാര്യമില്ല. ഞാനിപ്പോ പറയട്ടെ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലാൽസാന്റെ പടം അല്ലെങ്കിൽ മമ്മൂക്കയുടെ പടം ഈ രാവിലത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇപ്പം യഥാർത്ഥ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്ന സംഭവം ദുൽഖർ സൽമാൻ പടം ആയിക്കോട്ടെ, ഇതിനകത്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എബോ ആവറേജ് റിപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ടിക്കറ്റ് കിട്ടത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന സംഭവം, പക്ഷെ അതേസമയം നമുക്കൊരു സിനിമയുടെ കണ്ടന്റ് നല്ലതാണ്, ആ സിനിമയുടെ കണ്ടന്റ് അത്രയും നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് പേര് പറഞ്ഞിട്ട് കുറച്ച് സെലിബ്രിറ്റീസും അല്ലാതെ കുറച്ച് മാധ്യമപ്രവർത്തകരും നിരൂപകരും എല്ലാവരും കൂടി വന്ന് കണ്ടന്റ് കണ്ടിട്ട് അവർക്കിനി ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവർ കണ്ടിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ തിയേറ്ററിനകത്ത് ആള് വരുന്നത് വാലിഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം. അവർ വന്നിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ട് പോകുന്ന 10 പേര് വന്ന് കളിച്ചുകൊണ്ട് പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. ഇവർ 10 പേരെടുത്ത് പറയുന്നവർക്ക് 10 ടിക്കറ്റ് 100 ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷം മാത്രമുള്ള കാര്യമുള്ളൂ. തിരിച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തിയേറ്ററിൽ നമുക്കറിയാം ഫിലിം റിവ്യൂ എടുക്കാൻ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരു സൈഡിൽ യഥാർത്ഥമായി പറയുന്നുണ്ട്, എന്നാൽ അപ്പുറത്തെ ഒരു ആക്ഷേപമുണ്ട് പെയ്ഡാന്നുള്ളത്. അപ്പോൾ ഈ ഫിലിം റിവ്യൂസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു ജെന്യുവൻ ആയിട്ട് തോന്നാറുണ്ടോ? ഫിലിം റിവ്യൂസ് ഇപ്പൊ നിരൂപകര് പറയുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണോ അവരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ? ഇതാണ് ഈ തിയേറ്റർ റിവ്യൂസ് എടുക്കുന്ന സംഭവത്തിനകത്ത് സ്വാഭാവികമായിട്ടും PROs തന്നെയാണ് അവരെ വിളിക്കുന്നത്. വരണം എന്ന് അവരോട് പറയുന്നത് PROs തന്നെയാണ്. തിരിച്ച് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് 10 പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ ഒരു കൂട്ടായ്മ മസ്റ്റാണ് തിരിച്ചെന്റെ തരുന്നത്. അപ്പൊ പലപ്പോഴും അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്റർ റിവ്യൂ പുറത്തു വരണം. നമ്മളിപ്പോ ഇന്ന തിയേറ്ററിൽ കുമാരി നടന്നു പോകുന്നു എന്നുള്ള സംഭവത്തിനകത്തും കുമാരൻ നടന്നു വന്നു എന്നുള്ള സംഭവം മാത്രം വന്നിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങി എന്നുള്ളതും സിനിമയുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി തിരിച്ചു വരണം. അപ്പോൾ ഞാൻ പലപ്പോഴും അവരോട് തന്നെ പുഷ് ചെയ്തിട്ട് ഈ കണ്ടന്റ് ഇടണേ, റെസ്പോൺസ് കണ്ടന്റ് ഇടണേ എന്നുള്ള സംഭവത്തിൽ നമ്മൾ പുഷ് ചെയ്യാറുണ്ട്, സാധാരണ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ ചില സിനിമകളുടെ സംഭവത്തിനകത്ത് വരുന്നതും പോകുന്നതും മാത്രമേ കാണാറുള്ളൂ, ആ ഒരു റിവ്യൂ പോലും അങ്ങനെ ഇടാറില്ല. അപ്പം ഞാൻ പലപ്പോഴും പറയും, സിനിമയോടൊപ്പം നിന്ന് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ സിനിമയ്ക്കകത്തുള്ള എന്താണ് നല്ലത് അത് പുറത്ത് കൊണ്ടുവരാനുള്ള സാധനം വേണം നമുക്ക് വേണ്ട. നേരത്തെ പറഞ്ഞ തംബ്നെയിൽ നമുക്ക് ഇങ്ങനെ സാധനം കൊടുത്താൽ ആൾക്കാർ കാണും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തംബ്നെയിൽ
വയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ ചിന്ത. ഞാനും ഓൺലൈൻ വർക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഞാൻ ഏകദേശം 30 മിനിറ്റ് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തിലേക്ക് 28 മിനിറ്റും ചോദിക്കുന്നത് അയാളുടെ സിനിമയെക്കുറിച്ച് ചോദിച്ചതിന് വേണ്ടി 2 മിനിറ്റ് മാത്രമേ അല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കത്തുള്ളൂ. ആ 2 മിനിറ്റ് ചോദിക്കുമ്പോഴേക്കും എന്റെ ഫ്രണ്ടിലിരിക്കുന്ന സെലിബ്രിറ്റിയും എന്റെ മുന്നിൽ കൃത്യമായിട്ടുള്ള ഉത്തരം തരും. കാരണം ഹീസ് കംഫർട്ടബിൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജിന്റെ ഒരു പ്രസ് മീറ്റ് ആയിക്കോട്ടെ, ആദ്യം തുടങ്ങി അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം എന്താണ് ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം തരും. ആദ്യം ചെല്ലുമ്പോൾ തന്നെ നേരെ ചെന്നിട്ട് എന്താണ് എന്നുള്ള സംഭവത്തിൽ സംഘടനയുടെ പ്രശ്നം എന്താണ് ഇതാണെന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ വന്നത് അവർ പറയും തിരിച്ചതിനെത്തിരുന്നിട്ട് ഞാൻ വന്ന ഇതിനല്ല ഇതിനാണെന്ന് പറയും. പക്ഷെ അവരുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതൊരു ചോദ്യം ചോദിച്ചാൽ മേ ബി അതിനകത്തൊരു ആൻസർ കിട്ടുമായിരിക്കും. കാരണം ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പൊ നമുക്ക് റീസെന്റ് നമ്മൾ കേട്ടിരുന്നത് ഇപ്പൊ പേളി മാണി, അശ്വന്ത് കോക്ക്, അപ്പൊ ഇവരെല്ലാം പൈസ കൊടുക്കുന്നു. അവരിത് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സത്യാവസ്ഥ അവർ തന്നെ പറയണം. പക്ഷെ അവര് പൈസ കൊടുത്ത് റിവ്യൂ വരുന്നു. ചിലപ്പോൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PR അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ഏജൻസി ഇവരുടെ പേര് എഴുതി ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. അതിൽ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വെളിപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, പേളി മാണി ഷോ എന്നുള്ള സെലിബ്രിറ്റി ഷോ ചെയ്യാൻ വേണ്ടി പൈസ വാങ്ങുന്നില്ല. 1.5 ലക്ഷം രൂപ എന്നുള്ളത് പലരും ബഡ്ജറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളും പുറത്ത് പറയുന്ന കാര്യങ്ങളുമാണ്. പേളി അതിന് പൈസ വാങ്ങിച്ചിട്ടില്ല. പേളിയുടെ സ്റ്റുഡിയോയിൽ ആണ് ആ ഷോ ചെയ്യുന്നത്. പേളിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെ വെച്ചിട്ട് ആ ഷോ ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ തമ്പിട്ടത് വേറെ എവിടെ വന്നതൊക്കെ പേളി മാണി പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള സംഭവത്തില്ല. പേളി മാണി പൈസ വാങ്ങിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അത് എനിക്ക് വ്യക്തിപരമായി അറിയാം. അത് മാത്രമല്ല, പലപ്പോഴും നമ്മളോട് പുറത്ത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ പോയപ്പോഴും മറ്റൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചാണ് പേളിയുടെ ഷോയ്ക്ക് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു, പേളി മാണിയുടെ ഷോയ്ക്ക് പൈസയില്ല. ഷീ ഈസ് കംഫർട്ടബിൾ. അവരുടെ ഒരു ഷോ അവർ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു. അത് ഞാൻ അവരുടെ ഹസ്ബൻഡിനോട് ഞാൻ സംസാരിച്ചാണ്. അപ്പൊ അവരും കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പലരും മേടിക്കുന്നുണ്ട് സംഭവത്തില്. ഞാൻ പല ബഡ്ജറ്റും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പേളി മാണി ഷോയ്ക്ക് കണ്ടിട്ടുണ്ട്, ഇവിടുന്ന് പുറത്തു പോയ ബഡ്ജറ്റും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ മേടിച്ച കഥകൾ എന്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു. എനിക്ക് ആരെ അങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് വന്നത് കൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത്. പേളി മാണിക്ക് 1.5 ലക്ഷം രൂപ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് പുറത്തത് ആക്ച്വലി കേരളത്തിന് പുറത്തൊക്കെ അത് പുള്ളിക്കാരത്തി പൈസ വാങ്ങിക്കുന്നു എന്നുള്ള സംഭവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പേളിമാണിക്ക് പൈസ വാങ്ങുന്നുണ്ട്. പേളിമാണി പൈസ വാങ്ങുന്നത് ഇപ്പം ഒരു ഇൻസ്റ്റാഗ്രാം ഇതിന്റെ അകത്ത് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സ്പോൺസേഴ്സ് വരുമ്പോഴോ അല്ലാതെ വേറെ എന്തെങ്കിലും ക്ലയന്റിന് വേണ്ടി ചെയ്യുമ്പോഴോ പുള്ളിക്കാരത്തിന് ജീവിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കാണാം ബാക്കിൽ ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവും ഏതെങ്കിലും ഒരു കമ്പനിയുടെ, അതിനൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി, ഈ ഒരു പേളിമാണി ഷോയിൽ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇപ്പോൾ അവർ പൈസ വാങ്ങിക്കുന്നില്ല എന്നുള്ളത്. അവരുടെ സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം അവരാരെയൊന്നും പൈസ വാങ്ങിച്ചിട്ട് എനിക്കറിയില്ല. ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് വ്യക്തമായ ധാരണ കിട്ടിയത് പൈസ വാങ്ങുന്നില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ. അശ്വന്ത് കോക്കിനെ പറ്റി അശ്വന്ത് കോക്കിന്റെ ഒന്നാമത്തെ കാര്യം, അശ്വന്ത് കോക്ക് എല്ലാ നിരൂപകരും അവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്നു. ഞാൻ ഈ നിരൂപണങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരു സിനിമയ്ക്ക് ഇപ്പം ഞാൻ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് റിവ്യൂ, ഉണ്ണി വ്ലോഗ്സിന്റെ റിവ്യൂ കണ്ടിട്ടല്ല ഞാനൊരു സിനിമ കാണാൻ വേണ്ടി കാണാറില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല എന്ന് പറയത്തില്ല, കാണാറുണ്ട്. ഇതിന്റെ അതിരുന്നുണ്ട് ചില സമയങ്ങളിൽ കാണാറുണ്ട്. ഞാനൊരു ഫിലിം ജഡ്ജ് ചെയ്യത്തില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് അർഹനല്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവം എന്ന് വെച്ചാൽ, താങ്കൾ എന്നെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം ഞാൻ പോസിറ്റീവ് ഇടുമ്പം ശരി ഇത് കറക്റ്റ്, ഞാൻ നെഗറ്റീവ് ഇടുമ്പം ഇത് തെറ്റ്. ഇത് ഞാൻ 100 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം പലപ്പോഴും എന്റെ സിനിമയ്ക്ക് നല്ലത് പറഞ്ഞാൽ അയാൾ കറക്റ്റ്, അയാൾ തെറ്റ് പറഞ്ഞാൽ അയാൾക്കെതിരെ എല്ലാം കൂടി പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടാർജറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ടാർജറ്റ് ചെയ്ത്, ഒരു നിരൂപകരിലേക്ക് ടാർജറ്റ് ചെയ്തിട്ട് പ്രസ് മീറ്റ് വിളിക്കുക, അയാളുടെ പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കിട്ടുന്ന ആർക്കാണ്? ഈ നിരൂപകനാണ്. ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അയാളുടെ നിരൂപണം ചെയ്യട്ടെ, അത് നല്ലതോ ചീത്തയോ അത് ആവശ്യമുള്ളവർ കാണട്ടെ. ഞാൻ പറയട്ടെ, അയാൾ നല്ലത് പറഞ്ഞ എത്രയോ സിനിമകൾ തിയേറ്റർ ഓടിയിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ അത് ഇടത് ചെവി വഴി കേൾക്കുക, വലത് ചെവി വഴി കളയുക എന്നുള്ളത് മാത്രമേ അതിനോട് പറയത്തുള്ളൂ. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം നിയമം കൊണ്ടുവന്നിട്ട് അത് ഇല്ലാതാക്കാനാണെന്ന് അത് ഇല്ലാതാക്കാം. അത് സിനിമയെ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പ്രകാരം, കാരണം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരണമെന്നൊക്കെ ഒരു സജഷൻ പോയിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അയാൾ സംസാരിക്കാൻ പാടില്ല. അയാൾ മാത്രമല്ലല്ലോ ഇതിൻ്റെ അകത്ത് ഉള്ളത് തിരിച്ചിൻ്റെ തിരുന്നിട്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുടെ നിരൂപണം പറയുന്നു, തിരിച്ചിൻ്റെ തുറന്നു. ഞാൻ ഈ നിരൂപണത്തിൽ എന്റെ സിനിമ വെച്ച് നോക്കുമ്പോഴേക്കും അത് നോക്കാറേയില്ല.
പിന്നെ ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് ഒരു നിരൂപണം കൊണ്ടൊന്നും ഒരു സിനിമയൊന്നും തകർത്ത് കളയാൻ വേണ്ടി പറ്റത്തില്ല, സക്സസ് ആക്കാനും പറ്റില്ല, കാരണം ഇയാൾ നല്ലത് പറഞ്ഞു, ആ പുള്ളി നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് 10 പേര് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് ഒരു സിനിമ കാണുന്നത്? അയാളുടെ വ്യൂസ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു നിരൂപകന്റെ വ്യൂസ് എത്രയാണ്? 20,000 അല്ലെങ്കിൽ 2,80,000. ഈ 80,000 പേര് അപ്പം തന്നെ പിറ്റേന്ന് രാവിലെ ചെന്ന് ടിക്കറ്റ് എടുക്കും? അങ്ങനെയല്ല. സിനിമ നല്ലതാണ് എന്നുള്ളത് ഇന്ന്, പണ്ടാണെങ്കിൽ പിന്നെയും പറയാം, സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 4 മണിക്ക് മുമ്പ് സ്കൂളിലിരിക്കുന്ന എൻ്റെ കൊച്ചിന് പോലും അറിയാൻ വേണ്ടി പറ്റും. എന്നോട് ഒരാഴ്ച 1.5 കഴിഞ്ഞിട്ടാണ് എൻ്റെ മകൾ വിളിച്ച് പറയുന്നത് തിരിച്ചെൻ്റെ തീർന്നിട്ട്, അച്ഛാ ബാലന് ടിക്കറ്റ് എടുത്തോളൂ, പോകണം തിരിച്ചെൻ്റെ തീർന്നിട്ട്. ഞാൻ കേട്ട് എപ്പോഴാണ് പോകേണ്ടത്? ശരി. എന്നിട്ട് ഞാൻ എല്ലാ സിനിമയും അവൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും, എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള സംഭവത്തിനകത്ത് അവൾ എനിക്ക് തിരിച്ചയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അച്ഛാ ക്ലാസ് പടം. ഇതാണ് ബാലന് കിട്ടിയ റെസ്പോൺസ്. കാരണം ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും കുട്ടിക്ക് ജഡ്ജ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. കാരണം ഇതിൻ്റെ തിരുന്നിട്ട് അതൊരു ക്ലാസ് പടം എന്ന് ബാലൻ എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുമ്പോഴേക്കും അടുത്ത വേറൊരു പടം OTT ഇരുന്ന് കണ്ടതിന് ശേഷം തിരിച്ച് എൻ്റെ അടുത്ത് തിരിച്ചത് പറഞ്ഞപ്പം, ഇതുപോലെ വേണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാം തിരിച്ച്. ഇവരാണ് കാണുന്നത് തിരിച്ച്. അതേസമയം ഞാൻ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്ത് കരാട്ടെ പഠിക്കാൻ വേണ്ടി കുറേ വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇപ്പം അടുത്ത ഇനി 2 ബ്ലാക്ക് ബെൽറ്റിന്റെ അടുത്തേക്കൊക്കെ എത്തുന്ന സംഭവമാണ്. കാരണം എത്രയോ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് കരാട്ടെ പഠിക്കാൻ പോയ ആളാണ്. അപ്പം ഈ കരാട്ടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. അപ്പം പെട്ടെന്ന് അതിലെ പെൺകുട്ടി പ്രീതി മുകുന്ദൻ പെട്ടെന്ന് ഇത് ചെയ്യുന്നത്, അർജുൻ സർജ, കുടുംബം മൊത്തം അഭിരാമി എല്ലാം കരാട്ടെ ആയത് കാരണം ഇപ്പോൾ OTT പടം വന്നല്ലോ. ഞാൻ പെട്ടെന്ന് എൻ്റെ മകളും കരാട്ടെ പഠിക്കുന്നു, തിരിച്ച് അവർക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോഴേക്കും ഒരു ഇൻസ്പിറേഷൻ, ഭയങ്കര ഒരു കിടിലം പടം വെച്ചാൽ അതൊക്കെ പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ സിനിമ കാണിച്ചു. പക്ഷേ എന്നോട് തിരിച്ച് ഞാൻ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, തിരിച്ച് ഇതാണ് ഇത്. കാരണം ഞാൻ പ്രതീക്ഷിച്ച സാധനമല്ല അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ അവിടെ ഞാൻ എന്താണെന്ന് വീണ്ടും ചിന്തിക്കണം. വീണ്ടും പിറ്റേത് രാവിലെ നൈസായിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമല്ല പടത്തിന് പ്രശ്നമൊന്നുമില്ല വെച്ചാൽ, അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ എത്രയോ സാധനങ്ങളുണ്ട് തിരിച്ച്, അല്ലെങ്കിൽ OTT തിരിച്ച് എത്രയാണ്, അതൊന്നും വരുമ്പോൾ ഒന്നും അല്ല തിരിച്ച്. അപ്പൊ ഞാൻ പെട്ടെന്ന് ശരി, അപ്പൊ ഏതാണ് എന്തെങ്കിലും 1-2 സജസ്റ്റ് ചെയ്യാമോ? കാരണം ഞാൻ മകളുടെ സ്റ്റുഡന്റ് ആണ്. കാരണം നമുക്ക് അറിഞ്ഞില്ലാത്ത കാര്യങ്ങൾ അവരത് കാണുന്ന സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു OTT വരുന്ന അത്രയും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കണ്ട് ഇത് അദ്ദേഹത്തിന് അങ്ങോട്ട് സ്വാധീനിച്ചില്ല. അപ്പൊ കുട്ടികൾ പോലും ഇപ്പം ഇത്രയും തരത്തിലുള്ള സമയങ്ങളും ഇപ്പൊ കൊറിയൻ ആക്ഷൻ പടങ്ങളാണെങ്കിൽ അല്ലാതെയൊക്കെ കണ്ട് അല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവരിലേക്ക് കൊടുക്കേണ്ട ഒരു സാധനം അത്രയ്ക്ക് ടെക്നിക്കൽ ബ്രില്യന്റ് ആയിട്ടുള്ള സാധനങ്ങളായിട്ടുള്ള സിനിമകൾ കൊടുത്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. പക്ഷെ അവരുടെ ആസ്വാദന രീതിയുടെ ഒരു ഏറ്റവും ഉദാഹരണമാണ് ബാലൻ കണ്ടിട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അവർ അവിടെ എത്തുന്നു, അപ്പുറത്തും പോകുന്നു തിരിച്ചെന്റെ തിരുന്നിട്ട്. ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് ദ ബ്ലാസ്റ്റ് നമ്മൾ പാരന്റ്സ് കാണേണ്ട ഒരു മൂവിയാണ്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരെ ഈ പറയുന്ന ബ്ലാസ്റ്റ് ഇങ്ങനെ ഇവര് പറയണ ഇപ്പൊ നിരൂപകർ ഇതിനകത്ത് അങ്ങനെ കൊള്ളാം ഇങ്ങനെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ ലോജിക്ക് എന്നുള്ള സംഭവം വെച്ച് നോക്കണമെങ്കിൽ അവർ ഇതിനകത്ത് എന്ത് ലോജിക്ക് പറയും? സിനിമ കാണാനുള്ളത്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമാണ്. അത് അതിനകത്തുണ്ട്, കണ്ടു പോകുന്നുള്ള സംഭവം അത്രേ ഉള്ളൂ. തിരിച്ചെന്നിട്ട് എന്തോ ജയ ഹോ പറഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ കയ്യടി കിട്ടുന്ന സംഭവത്തിനകത്ത് എന്റെ മകളൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കുക ചെയ്യുന്നത് തിരിച്ചെന്നിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ജഡ്ജ് എന്ന് പറയുന്നത് ഈ പുതുതലമുറയുടെ സംഭവത്തിൽ എൻ്റെ മകളും അതുപോലുള്ള പ്രായമുള്ള കുട്ടികളെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് തിരിച്ച്. ഇവരെങ്ങനെയാണ് സിനിമ ഇത് ആ സമയത്ത് അവൾ കുഞ്ഞായിരുന്നപ്പോഴും അവിടെ കൈയടിക്കുന്ന സമയത്തും ഒരു സ്ത്രീകൾക്ക് ബേസിലിനെതിരെ അവിടെ ആഞ്ഞടിക്കാൻ വേണ്ടി ആ പെൺകുട്ടി നായിക നിൽക്കുമ്പോഴേക്കും ഇവിടെ എണീറ്റ് ചെയ്ത് കൈയടിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് തിയേറ്ററിൽ. അതാണ് സിനിമയോടൊപ്പം ഈ പ്രേക്ഷകൻ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ നമ്മളും പെട്ടെന്ന് നോക്കൂ, ഇത്രയും ഇവർക്ക് ക്യാച്ചിങ് ആയി ആ സംഭവം എന്ന് പറയുമ്പോൾ. കാരണം കൊച്ചുകുട്ടിയായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഇപ്പം സ്ത്രീ എന്നുള്ള സംഭവം ഓവർകം ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരിലേക്ക് വരുന്ന ഒരു വികാരമാണ്. അത് തിയേറ്ററിലിരിക്കുമ്പം തിരിച്ച് സീറ്റിലിരിക്കുന്ന ആ ഒരു പ്രേക്ഷകൻ, അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും പുരുഷനാണെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് സിനിമ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ.